ആഗോള സാമ്പത്തിക രംഗത്ത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം ചോദ്യം ചെയ്യാനായി ചൈന ഒരു പുതിയ തന്ത്രവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ കറൻസിയായ യുവാൻ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ കൂടുതൽ സ്വീകാര്യമാകുന്നതിന് വേണ്ടി സ്റ്റേബിൾ കോയിനുകൾ എന്ന നൂതന സാങ്കേതികവിദ്യ ഉപയോഗിക്കാനാണ് ചൈനയുടെ പദ്ധതി. ക്രിപ്റ്റോ കറൻസികൾക്ക് കർശനമായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ ഒരു രാജ്യം ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് അന്താരാഷ്ട്ര സാമ്പത്തിക വിദഗ്ധരെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ലോകത്ത് ഇതൊരു ഗെയിം ചേഞ്ചറായി മാറിയേക്കാമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒരു നിശ്ചിത കറൻസിയോ സ്വർണമോ പോലുള്ള ഒരു ആസ്തിയുടെ മൂല്യവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരുതരം ക്രിപ്റ്റോ കറൻസിയാണ് സ്റ്റേബിൾ കോയിൻ എന്നത്. സാധാരണ ക്രിപ്റ്റോ കറൻസികളായ ബിറ്റ്കോയിൻ, എതീറിയം എന്നിവയുടെ മൂല്യത്തിൽ വലിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ സ്റ്റേബിൾ കോയിനുകളുടെ മൂല്യം അവ ബന്ധിപ്പിച്ചിരിക്കുന്ന ആസ്തിയുടെ മൂല്യത്തിനനുസരിച്ച് സ്ഥിരമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ സ്ഥിരതയുള്ള കോയിൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു USDT എന്ന സ്റ്റേബിൾ കോയിന്റെ മൂല്യം എപ്പോഴും ഒരു അമേരിക്കൻ ഡോളറിന് തുല്യമായിരിക്കും. ലോകത്തിന്ന് പ്രചാരത്തിലുള്ള മിക്ക സ്റ്റേബിൾ കോയിനുകളും അമേരിക്കൻ ഡോളറുമായി ബന്ധിപ്പിച്ചവയാണ്. ഇത് ഡോളറിന് ആഗോളതലത്തിൽ കൂടുതൽ സ്വീകാര്യതയും വിശ്വസ്തതയും നൽകാൻ സഹായിക്കുന്നു. ചൈനയും സമാനമായ ഒരു സ്റ്റേബിൾ കോയിൻ അവതരിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. അതിന്റെ മൂല്യം തങ്ങളുടെ കറൻസിയായ യുവാന് തുല്യമായിരിക്കും. ഈ നീക്കം യുവാന്റെ ഉപയോഗം അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ചൈന ഈ പദ്ധതിയിലൂടെ നിരവധി സാമ്പത്തിക രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നുമുണ്ട്. ഈ ലക്ഷ്യങ്ങളും നിരവധിയാണ്. അന്താരാഷ്ട്ര വ്യാപാരത്തിലും സാമ്പത്തിക കൈമാറ്റങ്ങളിലും ഡോളറിനുള്ള മുൻതൂക്കം അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനമാണ് നൽകുന്നത്. ലോകമെമ്പാടുമുള്ള ബാങ്കിംഗ് ഇടപാടുകളുടെ സിംഹഭാഗവും ഡോളറിലാണ് നടക്കുന്നത്. ഈ സംവിധാനം അമേരിക്കൻ സാമ്പത്തിക നയങ്ങൾക്കനുസരിച്ചും പ്രവർത്തിക്കുന്നു. യുവാൻ അടിസ്ഥാനമായുള്ള സ്റ്റേബിൾ കോയിനുകൾ വഴി ചൈനയ്ക്ക് തങ്ങളുടെ വ്യാപാര പങ്കാളികളുമായി നേരിട്ട് ഡോളറിനെ ആശ്രയിക്കാതെ ഇടപാടുകൾ നടത്താനും കഴിയും. ഇത് ഡോളറിന്റെ ശക്തി കുറയുമെന്നും ബ്രിക്സ് പോലുള്ള കൂട്ടായ്മകളിലെ രാജ്യങ്ങളുമായി കൂടുതൽ സാമ്പത്തിക സഹകരണം സ്ഥാപിക്കാൻ സാധിക്കുമെന്നും ചൈന കണക്കുകൂട്ടുന്നു.